നമസ്കാരം. കേരളത്തിൻ്റെ നാട്ടു സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിലെല്ലാം കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിലും ജലാശയങ്ങളിലും ഒഴുകി നീങ്ങുന്ന താറാവിൻ പറ്റങ്ങളെ കാണാം. സവിശേഷമായ ഭൂപ്രകൃതിയും കാർഷിക രീതികളുമുള്ള കുട്ടനാടും അങ്ങനെയുള്ള ദേശങ്ങളിൽ വരുമാന സുരക്ഷയും ഭക്ഷ്യഭദ്രതയും ഉറപ്പുവരുത്തുന്നതിൽ ഈ വളർത്തു പക്ഷികൾ വലിയ പങ്ക് വഹിക്കുന്നു. എന്നാൽ കേരളത്തിലെ താറാവ് വളർത്തൽ മേഖല ഒട്ടേറെ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. മാത്രമല്ല, പ്രതിവർഷം കേരളത്തിൻ്റെ തീൻമേശയിലേക്ക് ആവശ്യമായ താറാവ് മുട്ടകളിൽ വലിയൊരു ഭാഗം മറ്റ് സംസ്ഥാനങ്ങളുടെ സംഭാവനയായിരിക്കുന്നു. കേരളത്തിൻ്റെ അഭിമാനമായ ചാര, ചെമ്പല്ലി എന്നീ കുട്ടനാടൻ താറാവുകളുടെ അതിജീവനവും ഭീഷണിയിലാണ്. കുട്ടനാടൻ താറാവുകളുടെ സംരക്ഷണവും വ്യാപനവും ഇന്ന് ഏറെ ശ്രദ്ധ നൽകേണ്ട മേഖലയായി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായും സാമൂഹികമായും പാരിസ്ഥിതികവുമായും സുസ്ഥിരമായ രീതിയിൽ മേഖലയെ കൊണ്ടുപോകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മാംസ മുട്ട ഉൽപ്പാദന മേഖലയിൽ താറാവ് വളർത്തലിനുള്ള മേന്മകളാണ് ഇത്തരമൊരു തിരിച്ചറിയലിന് പിന്നിലുള്ളത്. താറാവുകൾക്ക് കോഴികളേക്കാൾ രോഗ പ്രതിരോധ ശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധയും പരിപാലനവും ആവശ്യമില്ല. പറ്റമായി വളർത്തുന്നതിനാൽ വിസ്തൃതമായ കൂടുകളോ ഷെഡുകളോ ആവശ്യമില്ല. മറ്റു കൃഷികൾക്ക് യോഗ്യമല്ലാത്ത ചതുപ്പ് നിലങ്ങളും തരിശു ഭൂമികളും താറാവ് കൃഷിക്ക് പ്രയോജനപ്പെടും. കോഴികളിൽ നിന്ന് ലാഭകരമായി മുട്ട ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയം 1 വർഷമാണെങ്കിൽ താറാവുകൾക്ക് 2 വർഷത്തോളം മുട്ട ഉൽപ്പാദനം സാധ്യമാകുന്നു. ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തുന്നുവെങ്കിലും മുട്ടയുടെ എണ്ണത്തിലും താറാവുകൾ മോശമല്ല. മാത്രമല്ല, കോഴിമുട്ടയേക്കാൾ 20 ഗ്രാമോളം ഭാരക്കൂടുതലുമുണ്ട്. കോഴിമുട്ടയെ അപേക്ഷിച്ചുള്ള ഉയർന്ന വിലയും ആകർഷണമാണ്. കോഴികൾക്കുണ്ടാകുന്ന ഒട്ടേറെ രോഗങ്ങൾ താറാവിൻ്റെ 7 അയലത്ത് വരില്ല. നെൽകൃഷി, മത്സ്യകൃഷി എന്നിവയുമായി യോജിപ്പിച്ച് സംയോജിത കൃഷി നടത്താൻ ഇവ അനുയോജ്യമാണ്. മുട്ടയിടുന്ന ജോലി രാവിലെ 8 മണിക്ക് മുമ്പ് തീർക്കുന്നതിനാൽ ധൈര്യമായി പിന്നീട് അഴിച്ചുവിടാം. പാടങ്ങളുടെ വളക്കൂർ കൂട്ടാനും കീടങ്ങളെ നശിപ്പിക്കാനും സഹായിക്കുന്നു. നിരവധി രോഗങ്ങൾ പേറുന്ന ഒച്ചുകളെയും കീടങ്ങളെയും നശിപ്പിക്കുന്നത് വഴി ജൈവ പ്രതിരോധ പ്രവർത്തനവും ഇവർ നടത്തുന്നു. അച്ചടക്കത്തിലും അനുസരണയിലും ബുദ്ധിയിലും കോഴികളേക്കാൾ ഏറെ മുമ്പിലാണിവർ. പട്ടാള ചിട്ടയിൽ നിരനിരയായി പരിപാലകനൊത്ത് ഇവർ നീങ്ങുന്ന കാഴ്ച മറക്കാനാവില്ല. ആയുർവേദ വിധിപ്രകാരം ഉഷ്ണരോഗങ്ങൾക്കെതിരെ ഉപയോഗപ്രദമാണ് താറാവ് മുട്ടകൾ. ധാതുക്കളുടെയും ജീവകങ്ങളുടെയും അളവ് കൂടുതലാണ്. കോഴിമുട്ടയെ അപേക്ഷിച്ച് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലും കൊഴുപ്പിൻ്റെ ആഗിരണം തടയുന്ന കോളിൻ, ലെസിത്തിൻ എന്നിവയുടെ വർദ്ധിച്ച അളവ് കൊളസ്ട്രോൾ ഭീഷണി കുറയ്ക്കുന്നു. താറാവ് മുട്ടയിലെ ഒമേഗ 3 കൊഴുപ്പുകൾ ഹൃദയങ്ങളെ സംരക്ഷിക്കുന്നവയാണെന്ന് പഠനങ്ങൾ പറയുന്നു. താറാവ് മുട്ടകൾ കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കുമെന്ന് മാത്രമല്ല, പുറംതോടിന് കട്ടിയുള്ളതിനാൽ എളുപ്പത്തിൽ ഉടഞ്ഞു പോവുകയുമില്ല. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ താറാവ് മുട്ടയുടെ വിലയുടെ കാര്യത്തിലില്ല. കുറഞ്ഞ ചിലവിൽ ആദായവും പോഷകസമ്പന്നമായ ആഹാരവും തരാൻ ശേഷിയുള്ള താറാവ് വളർത്തൽ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം തേടാൻ കർഷകർക്ക് സർക്കാർ തുണയാകണം. ഇറച്ചിക്കായി വളർത്തുന്ന ബ്രോയിലർ താറാവുകളും ഇന്ന് വിപണിയിലുണ്ട്. ഒന്നൊന്നായി നഷ്ടപ്പെടുന്ന നമ്മുടെ പരമ്പരാഗത ജൈവ വിഭവങ്ങളുടെ ശ്രേണിയിൽ താറാവുകളും ഉണ്ടാവാതിരിക്കാനും കൂടുതൽ കരുതൽ വേണം.